വെൽക്കം ടു ലാഷ് ക്ലാസ്. BA സോഷ്യോളജി ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ റിസർച്ചിലെ തേർഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. ഡാറ്റ സോഴ്സസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. നമ്മളിവിടെ നിങ്ങൾക്ക് ക്യാപ്സൂൾ നോട്ട്സ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയാവുന്ന അതിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഡാറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിവരങ്ങളാണ്. ഗവേഷണവുമായി ബന്ധപ്പെട്ടിട്ട് വളരെ പ്രധാനമായിട്ടുള്ളൊരു ഘടകമാണ് വിവരങ്ങൾ എന്നുള്ളത് ഇതിനോടകം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് ക്വാളിറ്റേറ്റീവ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ഗണങ്ങളിൽ വരാവുന്നതാണ്. ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത് നമുക്കറിയാം ഗുണപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ആളുകളുടെ അഭിപ്രായങ്ങൾ, ആളുകളുടെ അവബോധം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ക്വാളിറ്റേറ്റീവിനകത്ത് വരുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത് നമുക്കറിയാം അത് സ്ഥിതി വിവര കണക്കുകൾ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ ജനസംഖ്യ, അതല്ലെങ്കിൽ ഈ സ്ഥാപനങ്ങളുടെ എണ്ണം, ആ രീതിയിൽ സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ക്വാണ്ടിറ്റേറ്റീവിൽ വരുന്നത്. ഈ രീതിയിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ക്വാളിറ്റേറ്റീവും ആകാം ക്വാണ്ടിറ്റേറ്റീവും ആകാം. ഇത് വസ്തുതാപരമായ വിവരങ്ങളോ സ്ഥിതി വിവര കണക്കുകളോ ആകാം. നമ്മൾ നേരത്തെ പറഞ്ഞത് മലയാളമാണ്. ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത് വസ്തുതാപരമായിട്ടുള്ള വിവരങ്ങളാണ്. സ്ഥിതി വിവര കണക്കുകൾ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ടുള്ളതാണ് ക്വാണ്ടിറ്റേറ്റീവിനകത്ത് നമുക്ക് വരുന്നത്. നിരീക്ഷണം, സർവേ തുടങ്ങിയ പല മാർഗങ്ങളിലൂടെ ശേഖരിക്കുന്നു. നമുക്ക് പല രീതിയിൽ ഈ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കിതിൽ രണ്ടാമത്തെ സെക്ഷനിലാണ് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഒരു ഉദാഹരണം പോലെ പറഞ്ഞു പോകുന്നത്. നിരീക്ഷണം, സർവേ, അതുപോലെ തന്നെ ഇന്റർവ്യൂ തുടങ്ങിയിട്ടുള്ള പല രീതികളിൽ നമുക്ക് ഈ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കും. അടുത്തത് ടൈപ്സ് ഓഫ് ഡാറ്റ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് ഗണങ്ങളിലാണ് നമുക്ക് ഡാറ്റ വരുന്നത്. അതിന്റെ സ്വഭാവം അനുസരിച്ചിട്ട് നമുക്ക് വീണ്ടും അത് തരംതിരിക്കാൻ വേണ്ടി സാധിക്കും. ഒന്ന്, ഡീമോഗ്രാഫിക് ആൻഡ് സോഷ്യോ എക്കണോമിക്. അത് ആളുകളുടെ പ്രായം, വർഗം, വംശം, ലിംഗം, വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങിയ വ്യക്തികളെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് ഡീമോഗ്രാഫിക് ആൻഡ് സോഷ്യോ എക്കണോമിക്. ഡീമോഗ്രഫി എന്ന് ഉദ്ദേശിക്കുന്നത് ആളുകളുടെ പ്രായം, വർഗം, വംശം, ലിംഗം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. സോഷ്യോ എക്കണോമിക് നമുക്കറിയാം അവരുടെ വിദ്യാഭ്യാസം, തൊഴിൽ, അവരുടെ കുടുംബ പശ്ചാത്തലം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഒരു പ്രദേശത്തെ കുറിച്ചിട്ടുള്ള അവിടുത്തെ ആളുകളുടെ ജീവിതത്തെ കുറിച്ചിട്ടുള്ള ഗവേഷണങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ അതിൽ വ്യക്തികളുടെ വിവരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഡീമോഗ്രാഫിക് ആൻഡ് സോഷ്യോ എക്കണോമിക് എന്ന ഗണത്തിൽ വരുന്നത്. അടുത്തത് ബിഹേവിയറൽ വേരിയബിൾസ്. അത് ആളുകളുടെ മനോഭാവം, അറിവ്, അഭിപ്രായങ്ങൾ, അവബോധം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. മനോഭാവം എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ആളുകൾക്ക് വിദ്യാഭ്യാസത്തോടുള്ള മനോഭാവം, അത് കൂടുതൽ പഠിക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണോ, അല്ലെങ്കിൽ ഈ പഠനത്തിന് പ്രാധാന്യം കൊടുക്കാത്തവരാണോ, അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ഈ കൃത്യസമയങ്ങളിൽ വാക്സിനേഷൻ ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളോട് ആളുകളുടെ മനോഭാവം എന്താണ്, അല്ലെങ്കിൽ ഈ മദ്യപാനം അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളോടുള്ള ആളുകളുടെ മനോഭാവം എന്താണ്, അത്തരം കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള ആളുകളുടെ അറിവ്, അവബോധം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ ബിഹേവിയറൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഒരു സൊസൈറ്റിയെ കുറിച്ചിട്ട്, അപ്പോൾ നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഗ്രാമപ്രദേശത്തെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു നഗരപ്രദേശത്തെ കുറിച്ചിട്ട് ആ രീതിയിലുള്ള കാര്യങ്ങൾ, ആളുകളുടെ പെരുമാറ്റത്തിൽ എങ്ങനെയാണ് മാറ്റം ഉണ്ടാക്കുന്നത് തുടങ്ങിയിട്ടുള്ള ഗവേഷണങ്ങളൊക്കെ നടത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ നമ്മൾ ശേഖരിക്കുന്നത്. പിന്നെ വരുന്നത് ഓർഗനൈസേഷനിലാണ്. നമുക്കറിയാം ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സ്ഥാപനമാണ്. സ്ഥാപനങ്ങളുടെ, അത് വ്യവസായ സ്ഥാപനങ്ങളാകാം അല്ലെങ്കിൽ സംഘടനകളായിരിക്കാം, അവരുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് ഓർഗനൈസേഷണൽ ഡാറ്റയിൽ വരുന്നത്. അവരുടെ രൂപീകരണത്തെ സംബന്ധിച്ച്, പ്രവർത്തനത്തെ സംബന്ധിച്ച്, ഫണ്ടിങ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരും. പിന്നെ വരുന്നത് ടെറിട്ടോറിയലാണ്. ടെറിട്ടറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രദേശമാണ് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രദേശത്തെ സംബന്ധിച്ചിട്ടുള്ള അവരുടെ ജനസംഖ്യ, വികസനം, വിഭവങ്ങൾ തുടങ്ങിയിട്ടുള്ള വിവരങ്ങൾ. അതായത് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, ഇപ്പോൾ ഒരു ഗ്രാമപ്രദേശം അല്ലെങ്കിൽ ഒരു നഗരപ്രദേശം, അവിടുത്തെ ജനസംഖ്യ എത്രയാണ്, അവിടെ ഇൻഫ്രാസ്ട്രക്ചർ എത്രമാത്രമുണ്ട്, അതുപോലെ തന്നെ അവിടെ ഏതൊക്കെ വിഭവങ്ങൾ, അതായത് കൃഷിയാണോ അല്ലെങ്കിൽ മറ്റ് വ്യവസായമാണോ, ഏതൊക്കെ വിഭവങ്ങളാണ് അവർക്ക് അവിടെ ലഭ്യമായിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള ഒരു പ്രദേശത്തെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ ടെറിട്ടോറിയൽ ഡാറ്റ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ഡാറ്റ. ഇനി ഡാറ്റയുടെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഗവേഷണത്തിന് ഉപയോഗിക്കുന്ന അടിസ്ഥാന വിഭവമാണ് വിവരങ്ങൾ. നമ്മുടെ ഗവേഷണം ഈ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് തന്നെ നമ്മൾ അവിടെ ശേഖരിക്കുന്ന വിവരങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. നമുക്കറിയാം, നമ്മളൊരു ഡിസൈനിനകത്ത് പറഞ്ഞിരുന്നു നമുക്കൊരു ഗവേഷണ ചോദ്യം ഉണ്ടായിരിക്കും. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ഗവേഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളും ആ വിവരങ്ങളെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഈ ഉത്തരം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗവേഷണത്തിന്റെ അടിസ്ഥാനമാണ് വിവരങ്ങൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കൂടാതെ ഗവേഷണ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ അനിവാര്യമാണ്. നമ്മൾ പറയുകയുണ്ടായി, ഗവേഷണം എന്ന് പറയുന്നത് സയന്റിഫിക് ആയിട്ടൊരു മെത്തേഡാണ്. അതായത് ആളുകൾ ചിന്തിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഊഹിച്ചുകൊണ്ടോ അല്ല ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നത്. അത് കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വേണം നമുക്ക് ഈ ഒരു ഗവേഷണത്തിന്റെ ഫലം അല്ലെങ്കിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന്. ആ രീതിയിൽ നമ്മൾ ഗവേഷണ ഫലത്തിന്റെ തെളിവുകളായിട്ട് ഉപയോഗിക്കുന്നതും നമ്മൾ ഈ ശേഖരിക്കുന്ന വിവരങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ഗവേഷണ ചോദ്യത്തിന് ഉത്തരം ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ വിവരങ്ങൾ അനിവാര്യമാണ്. കൂടാതെ നമ്മൾ ഈ ഗവേഷണ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഗവേഷണത്തിൽ അവതരിപ്പിക്കുന്ന കാര്യത്തിന്റെ തെളിവുകളായിട്ട് നമ്മൾ പറയുന്നതും ഇതേ വിവരങ്ങളാണെന്നുള്ളത് കൊണ്ട് ഗവേഷണത്തിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരുന്നത് ഡാറ്റ സോഴ്സസ് ആണ്. നമുക്ക് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള സോഴ്സുകളാണുള്ളത്. പ്രൈമറി, സെക്കൻഡറി, ടെറിട്ടറി എന്നീ സോഴ്സുകളാണ്. അതിൽ ആദ്യത്തേത് പ്രൈമറി സോഴ്സസ് ആണ്. ഗവേഷകർ നേരിട്ട് ശേഖരിക്കുന്ന വിവരങ്ങളെയാണ് നമ്മൾ പ്രൈമറി സോഴ്സസ് എന്ന് പറയുന്നത്. പ്രൈമറി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ആദ്യത്തേത് എന്നുള്ള അർത്ഥമാണ്. ആ രീതിയിൽ ഗവേഷകർ നേരിട്ട് ശേഖരിക്കുന്ന വിവരങ്ങളാണ് പ്രൈമറി സോഴ്സസിൽ വരുന്നത്. പ്രധാനമായിട്ടും സർവേ, ഇന്റർവ്യൂ, സെൻസസ് തുടങ്ങിയ മാർഗങ്ങളിലൂടെയാണ് ഇത് ശേഖരിക്കുന്നത്. നമുക്കറിയാം, നേരിട്ട് ശേഖരിക്കുക എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് ആളുകളുടെ അടുത്ത് ചെന്നിട്ട് ആളുകളിൽ നിന്ന് വിവരം ശേഖരിക്കുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഏത് തരത്തിലുള്ള വിവരമാണ് ആവശ്യമുള്ളത് എന്നതിനനുസരിച്ചിട്ട് സർവേയും ഇന്റർവ്യൂയും സെൻസസ് തുടങ്ങിയിട്ടുള്ള മാർഗങ്ങളിലൂടെ അത് ശേഖരിക്കാൻ വേണ്ടി സാധിക്കും. ഇനി പ്രസിദ്ധീകരിച്ച വിവരങ്ങളോ അല്ലാത്തവയോ ആകാം. പ്രസിദ്ധീകരിച്ച വിവരങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഈ കോടതി വിധികൾ എന്നുള്ള രീതിയിൽ ചില കാര്യങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടി സാധിക്കും. അതല്ലെങ്കിൽ ചില ആളുകൾ അവരുടെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ചിട്ട് എഴുതിയിട്ടൊക്കെ ഉണ്ടായിരിക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ആൻ ഫ്രാങ്കിന്റെ ഡയറി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത് എന്താണ്, ഒരു കാലഘട്ടത്തിൽ ആ ഒരു സമൂഹത്തിന്റെ അവസ്ഥയൊക്കെ അവരുടെ ആ ഒരു ഡയറിയിൽ നമുക്ക് ലഭിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്ന് അത് പ്രസിദ്ധീകരിച്ചതോ പ്രസിദ്ധീകരിക്കാത്തതോ ആയിരിക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗവേഷകർ നേരിട്ട് കണ്ടെത്തുന്ന വിവരങ്ങളാണ് നമ്മൾ ഈ പ്രൈമറി സോഴ്സിനകത്ത് ഉൾപ്പെടുത്തുന്നത്. ഇനി പ്രൈമറി സോഴ്സിന്റെ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഒന്ന്, കൃത്യതയുള്ള വിവരങ്ങളാണ്. അതായത് ഗവേഷകർ തന്നെയാണ് അത് നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നത് എന്നുള്ള കാര്യം കൊണ്ട് അത് റിലയബിൾ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഗവേഷകർക്ക് ഉറപ്പുണ്ടായിരിക്കും. അവർ തന്നെ നേരിട്ട് ബോധ്യപ്പെട്ട് നേടിയെടുക്കുന്ന വിവരങ്ങൾ എന്നുള്ള രീതിക്ക് അതിന് കൃത്യതയുണ്ടായിരിക്കും. കൂടാതെ ഗവേഷണ സ്വഭാവത്തിന് അനുയോജ്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി സാധിക്കും. ഏത് ചോദ്യത്തിന് ഉള്ള ഉത്തരമാണ് ഗവേഷണത്തിൽ അന്വേഷിക്കുന്നത് എന്നതിനനുസൃതമായിട്ട് ഏത് രീതിയിലുള്ള വിവരങ്ങളാണ് ശേഖരിക്കേണ്ടത് എന്നുള്ളത് ഗവേഷകർക്ക് തന്നെ നിശ്ചയിക്കാനും അതിനനുസരിച്ചിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാനുമെല്ലാം നേരിട്ട് നമ്മൾ വിവരങ്ങൾ ശേഖരിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതിൽ സാധിക്കും. ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ചെലവ് കൂടുതലാണ്. അത് ഈ സർവേ, അതുപോലെ തന്നെ ഇന്റർവ്യൂ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് പോയി ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ആളുകളെയൊക്കെ കാണേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ, അതുപോലെ പല സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതുണ്ടെങ്കിൽ അതിന് ചെലവ് കൂടുതലായിട്ട് വരും. കൂടാതെ തന്നെ സമയവും കൂടുതലായിട്ട് എടുക്കേണ്ടി വരും. ഒരേ സമയം വ്യത്യസ്ത മാർഗങ്ങളിലൂടെ വിവരങ്ങൾ ശേഖരിക്കേണ്ടിയും വരാം. ഇത് കൂടാതെ നമ്മുടെ ഗവേഷണ സ്വഭാവത്തിനനുസരിച്ചിട്ട് ചിലപ്പോൾ നമുക്ക് ഒരേ സമയം സർവേയും ഇന്റർവ്യൂവും ചെയ്യേണ്ടി വരും. അങ്ങനെ പല മാർഗങ്ങളിലൂടെ നമുക്ക് വിവരങ്ങൾ ശേഖരിക്കേണ്ടി വരും. അപ്പോൾ ഇത് കൂടുതൽ സമയവും ചെലവും വേണ്ടി വരുന്ന ഒരു പ്രക്രിയയാണെന്നുള്ളതാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. എന്നാൽ കൃത്യതയുള്ള വിവരങ്ങൾ ലഭിക്കുമെന്നുള്ളതും നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള രീതിയിൽ നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. അടുത്തത് സെക്കൻഡറി സോഴ്സസ് ആണ്. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അത് രണ്ടാമത്തേത് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. മറ്റ് ആവശ്യങ്ങൾക്കായി മറ്റുള്ളവർ ശേഖരിച്ച വിവരങ്ങളാണ്. മറ്റ് ആവശ്യങ്ങൾ എന്ന് പറയുന്നത് മറ്റ് സംഘടനകളോ ഏജൻസികളോ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ അവരുടെ ഗവേഷണത്തിന് വേണ്ടിയിട്ട് ശേഖരിച്ചിട്ടുള്ള വിവരങ്ങളെയാണ് നമ്മൾ സെക്കൻഡറി സോഴ്സസ് എന്ന് പറയുന്നത്. അതിനകത്ത് സെൻസസ് വിവരങ്ങൾ ഓരോ 10 വർഷം കൂടുമ്പോഴും ഗവൺമെന്റ് സെൻസസ് നടത്തുന്നുണ്ട്, അതിന്റെ വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അത്തരം കാര്യങ്ങളായിരിക്കാം. ഗവൺമെന്റ് റിപ്പോർട്ടുകൾ, ഗവൺമെന്റിലെ ഓരോ വകുപ്പുകൾ, വിദ്യാഭ്യാസ വകുപ്പ്, അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പ്, അങ്ങനെ പല വകുപ്പുകൾ ഓരോ വർഷവും അവരുടെ റിപ്പോർട്ടുകൾ പുറത്തിറക്കുന്നുണ്ട്. ഇതുകൂടാതെ UN അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭ, അതുപോലെ തന്നെ IMF, അതുപോലെ തന്നെ നമ്മുടെ ലോക ആരോഗ്യ സംഘടന, അങ്ങനെയുള്ള പല സംഘടനകൾ ഇതുപോലെ പല കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളെയാണ് നമ്മൾ സെക്കൻഡറി സോഴ്സസ് എന്ന് പറയുന്നത്. ഇത് പ്രസിദ്ധീകരിച്ച വിവരങ്ങളോ അല്ലാത്തവയോ ആകാം.
പ്രസിദ്ധീകരിച്ച വിവരങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു, സെൻസസ് വിവരങ്ങൾ, അതുപോലെ തന്നെ ഈ ഐക്യരാഷ്ട്രസഭയുടെ വിവരങ്ങളൊക്കെ അവർ പ്രസിദ്ധീകരിക്കുന്നതാണ്, അത് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് കൂടാതെ പ്രസിദ്ധീകരിക്കാത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ശേഖരിച്ചു വെച്ചിട്ടുള്ള വിവരം ഉണ്ടായിരിക്കും, അത് പുറത്തു വിടണമെന്നില്ല. ഇപ്പൊ നമ്മൾ വിവരാവകാശ നിയമപ്രകാരമൊക്കെ നമുക്കറിയാലോ, ഇങ്ങനെ ഗവൺമെന്റിൽ നിന്ന് പല കാര്യങ്ങളെ കുറിച്ച് വിവരം ചോദിക്കാമെന്നുള്ളത്. അത് എന്താണ്, അവർ പ്രസിദ്ധീകരിക്കുന്ന വിവരമല്ല, ഈ ഗവേഷകർ ചോദിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്നതാണ്. ആ രീതിയിലുള്ള പ്രസിദ്ധീകരിക്കാത്ത വിവരങ്ങളായിരിക്കാം. അതല്ലെങ്കിൽ ഈ റിപ്പോർട്ടുകൾ പോലെയുള്ള, സെൻസസുകൾ പോലെയുള്ള പ്രസിദ്ധീകരിക്കുന്ന വിവരങ്ങളും ഇതിനകത്ത് വരാം. സമൂഹത്തിൽ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ചുള്ള പൊതുചിത്രം നൽകുന്നു. അതായത് ഇപ്പോൾ സെൻസസുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് അറിയാൻ വേണ്ടി കഴിയും, ഇന്ത്യയിൽ ജനസംഖ്യയുടെ ഒരു ചിത്രം നമുക്ക് ലഭിക്കും. പ്രായം കൂടിയവരാണോ പ്രായം കുറഞ്ഞവരാണോ കൂടുതലുള്ളത്, സ്ത്രീകളാണോ പുരുഷന്മാരാണോ കൂടുതലുള്ളത്, ആ രീതിയിൽ തന്നെ വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ ഈ ജാതി മതപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ ഈ ലോകാരോഗ്യ സംഘടനയും ഐക്യരാഷ്ട്രസഭയൊക്കെ അതുപോലെ പല വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നതിൽ നിന്ന് നമുക്ക് സമൂഹത്തിന്റെ ഒരു പൊതുചിത്രം ലഭിക്കും എന്നുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഗുണമായിട്ട് വരുന്നത്. പിന്നെ നമുക്കത് താരതമ്യ പഠനത്തിന് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ നമ്മളൊരു പ്രദേശത്തെ കുറിച്ചൊരു ഗവേഷണം നടത്തുകയാണ്, നമുക്ക് അവിടുത്തെ ഒരു വിദ്യാഭ്യാസ നിലവാരം, ഒരു സാക്ഷരതാ നിരക്ക് നമുക്ക് ലഭിച്ചു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, രാജ്യത്തിന്റെ ശരാശരിയും അവരുടെ ശരാശരിയും തമ്മിൽ താരതമ്യം ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്നിട്ട് നമുക്ക് പറയാൻ പറ്റും അവർക്ക് രാജ്യത്തിന്റെ ശരാശരിയേക്കാളും മുകളിലുള്ള വിദ്യാഭ്യാസമുണ്ട്, അല്ലെങ്കിൽ അത് കുറവാണ്, അവിടെ ഇനി പുരോഗമനം വരേണ്ടതുണ്ട്. ആ രീതിയിലൊക്കെ, അല്ലെങ്കിൽ രണ്ട് സ്ഥലങ്ങളെയൊക്കെ നമുക്ക് ഇതുപോലെ, രണ്ട് സംസ്ഥാനങ്ങളെയൊക്കെ നമ്മൾ പലപ്പോഴും ഇങ്ങനെ താരതമ്യം ചെയ്യുന്നതാണ്. ആ രീതിയിൽ നമുക്കൊരു താരതമ്യ പഠനത്തിന് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതും ഇതുപോലെയുള്ള സെക്കൻഡറി സോഴ്സസിൽ നിന്ന് ലഭിക്കുന്ന ഈ വിവരങ്ങളുടെ ഒരു ബെനിഫിറ്റാണ്. ഇനി സെക്കൻഡറി സോഴ്സസിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് പറയുന്നത്. ഒന്ന്, നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത് പോലെ എളുപ്പത്തിൽ ലഭിക്കുന്നു, ചെലവ് കുറവാണെന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, ഈ പ്രൈമറി സോഴ്സ് നമ്മൾ നേരിട്ട് പോയിട്ട് സർവേ മറ്റും നടത്തുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സമയവും ചെലവും വരും എന്നുള്ളത്. സെക്കൻഡറി സോഴ്സ് നമുക്കത് റെഡിമെയ്ഡ് ആയിട്ട് ലഭിക്കുന്ന കാരണം കൊണ്ട് ആ രീതിയിലുള്ള ഒരു അഡ്വാൻറ്റേജ് നമുക്കത് ലഭിക്കുന്നു. ഇനി വലിയ പ്രദേശങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഒരു ഗവേഷണം നടത്തുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഉടനീളം ഒരു സെൻസസ് നടത്തുക എന്ന് പറയുന്നത് ഏറെക്കുറെ അപ്രായോഗികമായിട്ടൊരു കാര്യമാണ്. പക്ഷെ നമുക്ക് ഈ സെൻസസ് പോലുള്ള ഈ റിപ്പോർട്ടുകൾ ലഭ്യമായത് കാരണം കൊണ്ട് അതുപയോഗിച്ചുകൊണ്ട് ആ ഗവേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ആ രീതിയിൽ വലിയ പ്രദേശങ്ങളെ കുറിച്ചിട്ടുള്ള, അതുപോലെ തന്നെ ഇപ്പോൾ വിദേശങ്ങളെ കുറിച്ചിട്ടുള്ള, ഇപ്പോൾ ഇന്ത്യയും മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വിദേശത്ത് പോയിട്ട് ഈ സർവേ നടത്തുക എന്നൊക്കെ പറയുന്നത് ഏറെക്കുറെ അപ്രായോഗികമാണ്. ആ സമയത്ത് നമുക്ക് ഇതുപോലെ ഐക്യരാഷ്ട്രസഭയും മറ്റുമൊക്കെ പുറപ്പെടുവിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. ഒന്ന്, ഗവേഷണ ആവശ്യത്തിന് അനുയോജ്യമായ വിവരമാകാതിരിക്കാം. നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, പ്രൈമറി സോഴ്സിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചോദ്യം എന്താണ് എന്നതിനനുസരിച്ചിട്ടുള്ള വിവരം നമുക്ക് ശേഖരിക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ മറ്റുള്ളവർ അവരുടെ ആവശ്യത്തിന് അല്ലെങ്കിൽ അവരുടെ ഗവേഷണത്തിന് കണ്ടെത്തിയിട്ടുള്ള വിവരങ്ങളാണ് എന്നുള്ള നിലയ്ക്ക് അത് നമ്മുടെ ചോദ്യത്തിന് ഒരുപക്ഷെ കറക്റ്റായിട്ട് മാച്ചായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണമെന്ന് ഇല്ല. പിന്നെ വരുന്നത് കൃത്യമായിട്ടുള്ള വിവരമായിരിക്കണം എന്നില്ല. പ്രൈമറി സോഴ്സിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്, അത് നേരിട്ട് പോയിട്ട് ശേഖരിക്കുമ്പോൾ നമുക്കത് കൃത്യതയുണ്ടെന്ന് ഉറപ്പുവരുത്താൻ സാധിക്കും. പക്ഷെ മറ്റുള്ളവർ നടത്തിയിട്ടുള്ള സർവേ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കില്ല. പിന്നെ വരുന്നത് കാലഹരണപ്പെട്ടതാകുക എന്നുള്ളതാണ്. നമുക്കറിയാം, സെൻസസുകളൊക്കെ നടത്തുന്നത് 10 വർഷം കൂടുമ്പോഴാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇത്തരം റിപ്പോർട്ടുകളൊക്കെ, ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടാണെന്ന് തന്നെ വിചാരിക്കുക, ഒരു പക്ഷേ 4 വർഷം മുമ്പ് 5 വർഷം മുമ്പൊക്കെ അവർ പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു റിസർച്ച് നടത്തുമ്പോൾ അതിന് നമ്മൾ ഇതുപോലെ 4 വർഷം മുമ്പത്തെയും 10 വർഷം മുമ്പത്തെയും വിവരങ്ങളൊക്കെ അതിന് ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളതാണ്, കാലഹരണപ്പെട്ട വിവരങ്ങളാണ് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. പിന്നെ വരുന്നത് ഉറവിടങ്ങൾ ലഭ്യമാകാതിരിക്കാം. അതായത് ഇത് എവിടെ നിന്നാണ് ഏതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുക എന്നതിനെ കുറിച്ചിട്ട് നമുക്കൊരു കൃത്യതയില്ല. അപ്പോൾ അതുകൂടി നമുക്ക് ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്ന കാര്യമാണ്. ഇനി സെക്ഷനിൽ ലാസ്റ്റ് വരുന്നത് ടെറിട്ടറി സോഴ്സസ് ആണ്. മൂന്നാമത്തത് സംഗ്രഹങ്ങൾ, ലളിതവൽക്കരിച്ച വിവരങ്ങൾ തുടങ്ങിയവ. ഇത് നമ്മൾ ഗവേഷണത്തിന് തെളിവുകളായിട്ടും മറ്റും ഉപയോഗിക്കാത്ത വിവരങ്ങളാണ്. നമ്മൾക്ക് ആ ഒരു വിവരത്തെ കുറിച്ചിട്ട് ഒരു ധാരണ ലഭിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ ടെറിട്ടറി സോഴ്സസ് ഉപയോഗിക്കുന്നത്. സംഗ്രഹങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമ്മറി, നമ്മളൊരു വിഷയത്തെ കുറിച്ചിട്ടുള്ള ഒരു സമ്മറി അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടിനെ കുറിച്ചൊരു പഠനം നടത്തിയിട്ട് ആ പഠനത്തിന്റെ ഒരു സമ്മറി എന്നുള്ള രീതിയിലൊക്കെ ലളിതവൽക്കരിച്ചിട്ടുള്ള വിവരങ്ങളാണ് ടെറിട്ടറി സോഴ്സസിൽ വരുന്നത്. ഒരു വിവരത്തെക്കുറിച്ച് പൊതുവിവരം നേടാൻ സഹായിക്കുന്നു. നമ്മൾ നേരത്തെ പറയുകയുണ്ടായി,
ഒരു പൊതുധാരണ നമുക്ക് ലഭിക്കും. രാജ്യത്തിന്റെ ഒരു പൊതുധാരണ, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ, ആരോഗ്യത്തിന്റെ, അങ്ങനെയൊക്കെ ഒരു പൊതുധാരണ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ വിവരങ്ങൾ നമുക്ക് സഹായിക്കും. ഗൈഡുകൾ, ടെക്സ്റ്റ് പുസ്തകങ്ങൾ, അതുപോലെ തന്നെ എൻസൈക്ലോപീഡിയ, അതുപോലെ തന്നെ വിവിധ ജേണലുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, ഇത് നമ്മൾ ഗവേഷണത്തിന്റെ തെളിവുകളായിട്ട് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ആർഗ്യുമെന്റിന് വേണ്ടി ഉപയോഗിക്കുകയോ ചെയ്യുന്ന കാര്യങ്ങളല്ല, മറിച്ച് ആ ഒരു വിഷയത്തെ കുറിച്ചിട്ടുള്ള ഒരു പൊതു ധാരണയും അറിവും നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമ്മറികൾ, അതുപോലെ തന്നെ ലളിതവൽക്കരിച്ചിട്ടുള്ള വിവരങ്ങൾ എന്നിവയാണ് നമ്മൾ ടെറിട്ടറി സോഴ്സിനകത്ത് ഉൾപ്പെടുത്തുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെക്ഷനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.